വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചതായി പരാതി. യുവാവ് ജീവനൊടുക്കി. കാഞ്ഞിരിക്കോട് ഓട്ടോ ഡ്രൈവറായ വടക്കൻ വീട്ടിൽ 30 വയസ്സുള്ള മിഥുനെയാണ് വീടിനടുത്തുള്ള പറമ്പിലെ മരച്ചില്ലയിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാട്ടുപന്നിയെ വേട്ടയാടി മാംസവിൽപ്പന നടത്തിയ സംഭവമായി കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു. അതിൽ മിഥുൻ ഉൾപ്പെട്ടിരുന്നു. മാംസവിൽപ്പന നടത്തിയ സംഘത്തിലെ മറ്റുള്ളവരുടെ പേരുവിവരങ്ങൾ ആവശ്യപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം മർദ്ദിച്ചതായി അമ്മയോട് പറഞ്ഞിരുന്നു. അവരെന്താ തല്ലിയാണെന്നല്ല ഒറ്റയ്ക്ക് പോയിക്കണ്, എന്താ ചെയ്തൊന്നും അറിയില്ല. പറയാൻ എന്തൊക്കെ കിടന്നു ഇവിടെ എണ്ണി പറക്കിയിരുന്നു. അവര് ഭീഷണിപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര വിഷമത്തല്ലായിരുന്നു. ഇന്നലെ എൻ്റെ മൊബൈല് തന്നില്ല, അതാണ് ഇതാണ് കൊണ്ട് നീ മുണ്ടാണ്ടിരിക്കുക എന്തേലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധാനിച്ചു. പക്ഷേ എനിക്ക് പോയത് അറിഞ്ഞില്ല സാറേ. അയ്യോ, ഞങ്ങൾക്ക് ഞാൻ ഒരു മോനുണ്ടായിരുന്നതാണ്, അതിനെങ്ങനെ ചെയ്തില്ല അവര്. ഫോണ് പോയി എന്ന് പറഞ്ഞ സങ്കടം, അവര് ഭീഷണിപ്പെടുത്തിയത് സങ്കടം. എന്തൊക്കെയായിരുന്നു കുട്ടികൾ, 2 കുഞ്ഞുമക്കളെ ഈ അമ്മേനും ഭാര്യനെ ഇട്ടിട്ട് അവൻ പോയില്ലേ. അവരെന്താ ചെയ്തതെന്നൊന്നും അറിയൂ സാറേ. അവരെന്തോ ഇന്നലെ അവിടെ പോയിട്ട് ചെയ്തതെന്നൊന്നും അറിയൂ സാറേ. അവര് മോനോട് അച്ഛനോട് ഇല്ലാത്തതാണ്, അവൻ്റെ അതുകൊണ്ടാണ് ഞങ്ങൾ നാത്താണിലോട് ജീവിക്കുന്നവരാ ഞങ്ങള്. ഈ ഓട്ടോറിക്ഷ കിട്ടിയിട്ട് വേണം, അത് ഇന്നലെ ഒരു ഓട്ടം കിട്ടിയിട്ടില്ല. എന്നിട്ട് പറഞ്ഞു മൊബൈലില്ലാത്ത കാരണം ആ സാറുമാർ മേടിച്ച കാരണം ഓട്ടമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ നടന്ന് ഇവള് പിന്നാലെ നടന്ന് കരയായിരുന്നു. മാംസവിൽപ്പന നടത്തിയ സംഘത്തിലെ മറ്റുള്ളവരുടെ പേരുവിവരങ്ങൾ ആവശ്യപ്പെട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മണിക്കൂറുകളോളം മർദ്ദിച്ചതായി അമ്മയോട് പറഞ്ഞിരുന്നു. മാനസികമായും ശാരീരികമായും ഏറ്റ പീഡനമാണ് യുവാവിന്റെ മരണകാരണമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രിയാണ് മിഥുനെ കാണാതായത്. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് തൊട്ടടുത്തുള്ള പറമ്പിലെ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടും സംഭവ സ്ഥലത്ത് നാട്ടുകാർ ബഹളം വെച്ചു. ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.